കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആദ്യ ആ താലി എവിടെയാണ്, ആരുടെ കൈവശമാണ് ഉള്ളതെന്ന് കണ്ടുപിടിച്ച് അവരുടെ വിവാഹം മംഗളമായി നടത്തിക്കൊടുക്കൂ. ഉറപ്പായും ഞാൻ ആ വിവാഹം നടത്തിയിരിക്കും. ആർക്കും അത് തടയാൻ സാധിക്കില്ല. എല്ലാം വിചാരിച്ചതുപോലെ തന്നെ നടക്കും. കൃത്യസമയത്ത് അവരെ രണ്ടുപേരെയും ഞാൻ ഒന്നിപ്പിക്കുക തന്നെ ചെയ്യും. മഹാദേവ, നാഗമാതാവ് താലി തിരികെ കണ്ടെത്തി അർജുന്റെയും ഭവാനിയുടെയും വിവാഹം നടത്തിക്കൊടുക്കോ, അതോ ആ വിവാഹത്തിന് മുന്നേ തന്നെ മാണിക്യം എടുത്തുകൊണ്ടുപോയത് അർജുനാണെന്ന് കണ്ടെത്തി അവനെ കൊന്നുകളയുമോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മഹാദേവ. അങ്ങ് എന്താ ചെയ്യാൻ പോകുന്നത് മഹാദേവ? അങ്ങയുടെ പദ്ധതികൾ എന്താണെന്ന് അറിയില്ലല്ലോ. അർജുന്റെയും ഭവാനിയുടേതും പൂർവജന്മ ബന്ധമാണ്. ഈ ജന്മമെങ്കിലും അവരെ രണ്ടുപേരെയും ഒന്നാക്കി മാറ്റി നന്നായി ജീവിക്കാൻ അനുഗ്രഹിക്കൂ. എന്തൊക്കെ അതിശയങ്ങളാണോ ഇനി നടക്കാൻ പോകുന്നത്? അങ്ങയുടെ ലീലകൾ എന്തൊക്കെയാണോ എന്തോ. നാഗകന്യക എന്തിനാ അർജുനെ പ്രണയിക്കുന്നത്? എന്തിനു ഭവാനിയെ പാവയാക്കി മാറ്റണം? എന്തിനാ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നും മനസ്സിലാകുന്നില്ല എനിക്ക്. ഒന്നും സംഭവിക്കില്ല ശകുന്തളെ, നീ ധൈര്യമായിട്ടിരിക്കുക. ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിരിക്കും എന്നൊക്കെ പറയുന്നതിന് ഇതൊരു ചെറിയ കാര്യമാണോ? നമ്മുടെ അർജുന അബദ്ധന്ന് രക്ഷപ്പെട്ടു. പാവയായി പോയ ഭവാനിയും അതുപോലെ രക്ഷപ്പെടുമേ. ആരും വിഷമിക്കണ്ട. ഏട്ടനും ഏട്ടത്തിയും കൂടെ പുറ്റിലേക്ക് പാവയായിട്ട് പോയിട്ടില്ലേ? ഉറപ്പായും നാഗമാതാവ് ഭവാനിയെ സംരക്ഷിക്കും. ഒന്നും സംഭവിക്കില്ലമ്മേ. ഈ ഒരവസരം എനിക്ക് അനുകൂലമായി മാറ്റിയാൽ എങ്ങനെ ഇരിക്കും? ചേച്ചി, കല്യാണത്തിന് മുമ്പേ ഇങ്ങനെ കുറെ അപശകനമൊക്കെ വരുന്നതുകൊണ്ട് ജലജ പറഞ്ഞതുപോലെ ഈ കല്യാണം കുറച്ചുകൂടി അങ്ങോട്ട് നീട്ടിവെച്ച നന്നായിരിക്കും തോന്നുന്നു എനിക്ക്. അച്ഛൻ ഇവരെ കിഡ്നാപ്പ് ചെയ്ത പോലെ ചേച്ചിയെ പാവയാക്കി മാറ്റിയതിൽ ഇവർക്ക് എന്തെങ്കിലും പങ്ക് കാണും. എന്റെ മുത്തശ്ശനെ കൊന്ന ഇവര് എന്റെ ചേച്ചി ഇതുപോലെ ആകാൻ വേണ്ടി ഉറപ്പായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ആ ചേച്ചി എല്ലാവരും നമ്മളെ കാണാൻ ഇങ്ങോട്ട് വന്നല്ലോ. ചേച്ചി,
ചേച്ചി തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. പാവയായിരുന്നവള് എങ്ങനെ ഭവാനിയായിട്ട് മാറി? ഭവാനി, നിന്നെ ഓർത്ത് ഞങ്ങളെല്ലാരും ടെൻഷനായിരിക്കായിരുന്നു. നിന്നെ വീണ്ടും കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ദേവതയുടെ ആശീർവാദം കൊണ്ട് മാത്രമാ നമ്മുടെ ഭവാനിയെ പഴയതുപോലെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞത്. ഒരുപാട് സന്തോഷമുണ്ടമ്മായി. മോളെ ഭവാനി, അപ്പച്ചി നിന്നെ കാണാതെ ടെൻഷൻ അടിച്ച് അകത്തിരിപ്പുണ്ട്. അകത്തേക്ക് വാ. ഭവാനി വീണ്ടും മനുഷ്യരൂപം എടുക്കാതിരുന്നിരുന്നു കണ്ടല്ലോ. ആ അർജുൻ അവളോടുള്ള പ്രേമമൊക്കെ നശിച്ചു പോയേനെ. അതിനുശേഷം ആ പാവയെ നമ്മുടെ അമ്മയെ വെച്ചിട്ട് സാധാരണ പെണ്ണാക്കി മാറ്റിയിട്ട് എന്റെ മോനെ കൊണ്ട് അവളെ കെട്ടിക്കായിരുന്നു. ശേ, ഒന്നും നടന്നില്ല ദൈവമേ. മോളെ ഭവാനി, മോക്ക് വേണ്ടി എല്ലാ ദൈവങ്ങളോടും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ ആഗ്രഹം സാധിച്ചു മോളെ. ഞാനിപ്പോ ഭയങ്കര സന്തോഷത്തില മോളെ. അകത്തോട്ട് പോമോളെ. ശരി അമ്മാവ, ഒരു നിമിഷം നിൽക്ക, ഞാനിപ്പോ വരാം. നാളെ നിങ്ങളുടെ കല്യാണം കഴിയുന്നതോടെ എനിക്ക് പിന്നെ ഈ വേഷം കെട്ടേണ്ടി വരില്ല. പിന്നെ ആ മന്ത്രവാദിനിയുടെ ശക്തികളും എനിക്ക് വേണ്ടി വരില്ല. നിന്റെ സഹായത്തോടെ ഞാൻ ആ ക്ഷേത്രത്തിനുള്ളിൽ കയറി എനിക്ക് വേണ്ടതെല്ലാം ഞാൻ ഇങ്ങ് എടുത്തിട്ട് വരും. ഇനി അകത്തേക്ക് വാ. വന്നോണ്ടിരുന്നത് നിന്റെ അച്ഛൻ മരിച്ചുപോയ വിഷമം ഞാൻ ഇന്നും മനസ്സിൽ കൊണ്ടു നടക്കുക മോളെ. നീ ഇപ്പൊ ഉള്ളതുപോലെ മനുഷ്യരൂപത്തിലേക്ക് ആയിരുന്നില്ലെങ്കിൽ എന്റെ അവസ്ഥ വളരെ മോശമായി പോയെന്നെ മോളെ. അമ്മേ, അമ്മേ, ഭവാനി നല്ല ടയേർഡാണ്. എന്തായാലും അവൾ കുറച്ചു നേരം പോയി ഒന്ന് കിടക്കട്ടെ. ഭവാനിക്ക് ധൈര്യം കൊടുക്കുന്നതൊക്കെ കൊള്ളാം. അമ്മ
വാ ഭവാനി. എന്നെയും അർജുനെ എന്തിനാ ഈ പാമ്പുകൾ ആക്രമിക്കുന്നത്? ഞാനും അർജുനും എന്തിനാ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ചാടിയത്? ഭവാനി എന്താ ഈ സമയത്ത് വെളിയിലിറങ്ങി നടക്കുന്നേ? ഭവാനി, എന്താ ഇയാളിങ്ങനെ ടെൻഷനായിരിക്കുന്നത്? ഇപ്പോഴും ആ നാഗകൈനിക ഇയാളെ പാവയാക്കി മാറ്റിയത് ആലോചിച്ചിരിക്കുകയാണോ? അങ്ങനെയൊന്നും അല്ല അർജുൻ. അതല്ലാതെ വേറെ എന്ത് ടെൻഷനാ ഭവാനി? ഒന്നുമില്ല ഭവാനി, ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇയാളിങ്ങനെ പേടിച്ച പോലെ ഇരിക്കുന്നത്? എന്ത് പറ്റി ഭവാനി? സംഭവിച്ചതൊക്കെ ചിന്തിച്ചിരുന്നതുകൊണ്ട് രാത്രി നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് കുറച്ച് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. സ്വപ്നത്തിൽ ഏതൊരു വലിയ പാമ്പ് ഓടിക്കുന്നത് പോലെയും അവയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ വേഗത്തിൽ ഓടുന്നത് പോലെയും വെള്ളച്ചാട്ടത്തിൽ നിന്ന് ചാടുന്നത് പോലെയും ഞാൻ സ്വപ്നം കണ്ടു. ഇതുപോലെ ഭീകരമായ സ്വപ്നങ്ങൾ കാണുന്നത് എന്തിനു വേണ്ടിയാന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ട സ്വപ്നം നീയും കാണുന്നു വെച്ചാൽ എന്താ അർത്ഥം? നീയും അതേ സ്വപ്നം കണ്ടെന്നോ? ഒരു പ്രാവശ്യമല്ല, ഈ സ്വപ്നം തന്നെ പല പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സത്യമാണോ? അതെ ഭവാനി, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വപ്നം കാണുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ സ്വപ്നം അനലൈസ് ചെയ്ത് പറയുന്ന ഒരാളെ ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ പറഞ്ഞേ? അയാൾ എന്നെ ഹിപ്നറ്റൈസ് ചെയ്ത് ആ സ്വപ്നത്തിലേക്ക് കൊണ്ടുപോയി. സ്വപ്നത്തിൽ കണ്ട ആ പെൺകുട്ടിയെ ഓർമ്മയിൽ വെച്ചോളാൻ പറഞ്ഞു. എന്റെ ജീവൻ ആപത്തുണ്ടായിരുന്ന സമയത്ത് എന്നെ രക്ഷിച്ച പെൺകുട്ടി, ആ നാഗം എന്നെ കൊത്താൻ വന്നപ്പോ എന്നെയും പിടിച്ച് ആ കാട്ടിലേക്ക് ഓടിയ ആ പെൺകുട്ടി, വെള്ളച്ചാട്ടത്തിൽ എന്നോടൊപ്പം ചാടിയ ആ പെൺകുട്ടി, അത് നീയാണെന്ന് പറഞ്ഞു.
ഒരേ സ്വപ്നം വീണ്ടും വീണ്ടും റിപ്പീറ്റായി വരുന്നുണ്ടെങ്കിൽ സ്വപ്നത്തിൽ കണ്ട ആ പെൺകുട്ടിക്കും എനിക്കും തമ്മിൽ ഏതോ ഒരു ബന്ധമുണ്ടെന്നും അത് മുജ്ജന്മ ബന്ധമാണെന്നും ആ ഡ്രീം റീഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇയാളെ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ അന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ട പെൺകുട്ടിയുമായി ഇയാൾക്ക് നല്ല സാമ്യമുണ്ടായിരുന്നു. എയർപോർട്ടിൽ വെച്ച് നമ്മുടെ ലാപ്ടോപ്പ് മാറിപ്പോയതും അത് തരാനായിട്ട് ഞാൻ ഈ നാട്ടിലേക്ക് വന്നതും അതിന് പിന്നെ ഇയാളുടെ കസിനാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമല്ലേ ഇതെല്ലാം നടന്നത്. ഇപ്പം ഞാൻ കണ്ട സ്വപ്നം ഇയാളും കാണുന്നുണ്ടെങ്കിൽ ഞാനും ഇയാളും തമ്മിലുള്ള ബന്ധം മുജന്മ ബന്ധം തന്നെയാണ്. സത്യാണ് അർജുൻ, ഇന്ന് നമ്മുടെ വിവാഹ ദിവസമാണ്. ഈ വിവാഹ ദിവസത്തിൽ തന്നെ എന്തിനാണ് പാമ്പിനെ സ്വപ്നം കണ്ടത്? ആ മായ എന്നെ പാവയായി മാറ്റിയതുപോലെ മറ്റെന്തെങ്കിലും ദോഷം സംഭവിക്കാനുള്ള സൂചനയായിട്ടാണോ ഇതിനെ കാണേണ്ടത് അർജുൻ? രണ്ടുപേരും കൂടെ എന്താ അത് ഇവിടെ രണ്ടുപേരും കൂടെ എന്താ പരസ്പരം കണ്ണുകളിൽ നോക്കി നിൽക്കുവാണോ? കല്യാണത്തിന് അധികം സമയമില്ല, അറിയാലോ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കണ്ണിൽ നോക്കി നിൽക്കാനോ രണ്ടുപേർക്കും പകൽക്കിനാവ് കാണാനോ ഒന്നും സമയം കിട്ടിയെന്ന് വരില്ല കേട്ടോ. നിങ്ങൾ രണ്ടുപേരും അതിരാവിലെ എഴുന്നേറ്റ് മംഗളസ്നാനം ചെയ്യേണ്ടതുണ്ട്. രാവിലെയുള്ള ചടങ്ങുകൾ കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിൽ പോയി വരണം. എന്തിനാ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഏട്ടത്തെ? കല്യാണം വീട്ടുമുറ്റത്തല്ലേ നടക്കുന്നത്? വീട്ടുമുറ്റത്ത് തന്നെ നടത്താൻ തീരുമാനിച്ചതാ. പക്ഷെ ഒരുപാട് ദോഷങ്ങൾ ഇങ്ങനെ വന്നപ്പോ മറ്റു പ്രശ്നങ്ങളൊന്നും വന്ന് ഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ വിവാഹം ഭംഗിയായി നടക്കാനും വേണ്ടി ഭഗവാന്റെ സന്നിധിയിൽ തന്നെ അത് നടക്കണമെന്ന് മുത്തശ്ശി പറഞ്ഞു. വീട്ടിലുള്ള എല്ലാവർക്കും അത് തന്നെ അഭിപ്രായം. ഞാനും ശരിയെന്ന് പറഞ്ഞു. നേരെ ഇത്രയും വൈകിയില്ലേ, ഇനി പോയി ഉറങ്ങാൻ നോക്ക്. വാ ഭവാനി.
ആ എടാ മോനെ രുദ്ര, ആദിത്യനെവിടെ? അറിയില്ല മുത്തശ്ശി. അറിയില്ലെന്നോ? അവൻ എവിടെ പോയതായിരിക്കും? ആ രുദ്ര, അവിടെ എല്ലാരും ഓരോ ജോലി ചെയ്തോണ്ടിരിക്കുക. നീ ഇവിടെ എന്ത് ചെയ്യുക? പോയി അവരെ എന്തെങ്കിലും സഹായിച്ചൂടെ? ശരി മുത്തശ്ശി. ആ ചെല്ല്. മുത്തശ്ശി, ആദിത്യനെ അവിടെ കാണാൻ കണ്ടായിരുന്നോ നീ? പുറത്തു പോയി മുത്തശ്ശി. കുറച്ചു നേരമായി പോയിട്ട്. കൊറേ നേരം ആയിരുന്നോ? ഇത്ര നേരം വരാതെ അവൻ എവിടെ പോയതായിരിക്കും? ഒരു ജോലി മര്യാദയ്ക്ക് ചെയ്യില്ല. എവിടെ പോയതാണോ എന്തോ. എന്താ മുത്തശ്ശി, രാവിലെ തന്നെ മുഴുവൻ പരാതികളാണല്ലോ. നിന്നെ പറ്റിയാ ചോദിച്ചോണ്ടിരുന്നത്. നീ ഇത് എവിടെ പോയതാ? പൂജാരി താമരപ്പൂ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് എടുത്തുകൊണ്ടുവരാൻ പോയതാ. ഇതാ കണ്ടോ. അയ്യോ, ഇത് വാങ്ങിയിട്ട് വരാൻ വേണ്ടിയാ നീ എവിടാന്ന് ഞാൻ അന്വേഷിച്ചേ. എന്തായാലും കൊണ്ടുവന്നല്ലോ, സന്തോഷം. മുത്തശ്ശി ടെൻഷൻ ആക്കാതിരിക്കുക. എന്റെ അനുജത്തിയുടെ കല്യാണം ഞാൻ നന്നായി തന്നെ നടത്തിക്കോളാം, പോരെ? 108 പൂ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ശരിക്കും എണ്ണി വാങ്ങിക്കൊണ്ടുവന്നതാ. ശരി, സൂക്ഷിച്ചു കൊണ്ടുപോയി പൂജാ റൂമിലേക്ക് വെക്ക്. ചെല്ല്, ശ്രദ്ധിച്ച്. കൊള്ളാം. നേരത്തെ വരാന്ന് പറഞ്ഞവര് ഈ സമയത്താണോ വരുന്നേ? എന്തായാലും വാ മുത്തശ്ശി. അത് പിന്നെ കാരണം എന്തായാലും പറയണ്ട. മംഗളസ്നാനം നടത്താനുള്ളതാ. നിങ്ങൾ പെട്ടെന്ന് ചെന്ന് മഞ്ഞളും എണ്ണയൊക്കെ റെഡിയാക്കി വെക്ക്. ചെല്ല്, പെട്ടെന്ന് ചെല്ല്. എടാ നാരായണ, അതൊക്കെ അഴിഞ്ഞു വീഴും. ലൂസായിട്ട് കെട്ടാതെ. പറയുന്ന കേട്ടോ? പ്രഭു, ഓരോ ദിവസവും അങ്ങയുടെ ഈ സ്വരൂപം മാറി വരികയാണല്ലോ പ്രഭു. അങ്ങയുടെ ശരീരത്തിലുള്ള രക്തം കുറേശ്ശെ കുറഞ്ഞ് ശരീരം ഈ കറുത്ത നിറത്തിലാകുന്നത് എന്താ പ്രഭു? അങ്ങയെ രക്ഷിക്കുന്നതിന് വേണ്ടി എനിക്കിനി എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. അങ്ങയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. പക്ഷെ എന്ത് ചെയ്യണമെന്ന് മാത്രം എനിക്കൊരു നിശ്ചയമില്ല. ഗുരുദേവ, എന്റെ പ്രഭുവിന്റെ